മനസ്സിൽ തന്ന ഒരു ഭാഗമാണ്. നമ്മളെല്ലാവരും ബൈബിൾ ക്വിസിനായിട്ട് ഫുൾ ബൈബിൾ ക്വിസിൻ്റെ എല്ലാ ചാപ്റ്റേഴ്സും വായിച്ചില്ലെങ്കിലും ആദ്യത്തെ 1-2 ചാപ്റ്റേഴ്സ് നമ്മൾ വീണ്ടും വീണ്ടും വായിച്ചവരുണ്ട്. ആ 1-2 ചാപ്റ്ററിൽ നിന്ന് കിട്ടിയ നമുക്കറിയാം, മേരി, മാർത്ത, അത് തന്നെ ബ്രദർ സാമും ഇന്നിവിടെ പറയാനിടയായി. അപ്പം അവർ രണ്ടുപേരും ദൈവത്തിൽ വിശ്വസിച്ചു. അതുകൊണ്ട് അവർ ദൈവത്തിൻ്റെ മഹത്വം കാണാൻ ഇടയായി തീർന്നു. അതേ ഇൻസിഡൻറ്റ് തന്നെ നമുക്ക് ലൂക്കിൻ്റെ ഗോസ്പലിൽ വായിക്കാൻ പറ്റും. ഗോസ്പൽ ഓഫ് ലൂക്ക് ചാപ്റ്റർ 10 വേഴ്സ് 42. അതിൽ ജീസസ് ഇസ് സേയിങ് ലൈക്ക് ദിസ്: വൺ തിങ് ഈസ് നീഡഡ് ആൻഡ് മേരി ഹാസ് ചോസൺ ദറ്റ് ഗുഡ് പാർട്ട് വിച്ച് വിൽ നോട്ട് ബി ടേക്കൺ അവേ ഫ്രം ഹെർ. അത് നമ്മൾ മലയാളത്തിൽ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്: അല്പമേ വേണ്ടൂ. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ വാക്കുകളാണിത്. അല്പമേ വേണ്ടൂ. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് പറയുന്നു, ഒന്ന് മതി. ആ ഒന്ന് മതി എന്ന് പറയുന്നത് അത് എന്താണെന്നാണ് ചോദിക്കുന്നത്. മേരി അത് തിരഞ്ഞെടുത്തു. അത് ആരും അവളിൽ നിന്ന് അപഹരിക്കുകയുമില്ല. ആ നല്ല അംശം തിരഞ്ഞെടുക്കുവാൻ മേരി തയ്യാറായി. അതെന്താണ്? കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പാദപീഠം. നമുക്കെല്ലാവർക്കും അറിയാം കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പാദപീഠം. അത് നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ ഇരിക്കാനും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനും ദൈവത്തിന് വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്യാനും വളരെ ഇഷ്ടമുള്ള ആൾക്കാരാണ് നമ്മളെല്ലാവരും. പക്ഷേ എന്നാൽ നമ്മൾ പലപ്പോഴും ആ ഒരു നല്ല അംശമാണോ നമ്മൾ തിരഞ്ഞെടുക്കുന്നതെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നുണ്ടോ എന്ന് നമുക്കറിയത്തില്ല. ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ കാര്യങ്ങളാണ് ഈ പറയുന്നത്. നമുക്ക് കർത്താവ് യേശുക്രിസ്തു പറയുന്നു ഒന്ന് മതി. അത് മേരി തിരഞ്ഞെടുത്തു. ആ ഒന്നെന്ന് പറയുന്നത് കർത്താവ് യേശുക്രിസ്തുവിന് വേണ്ടി മേരി തൻ്റെ ജീവിതം തന്നെ സമർപ്പിച്ചു. ആ ഒരു മേരിയുടെ ഒരു സർവീസ് ടു ദ ലോർഡ്. അതായത് മേരി അവിടെ കർത്താവിൻ്റെ പാദപീഠങ്ങൾ തന്നെയായിരുന്നു. അപ്പം ബൈബിൾ ക്വിസിന് ഒരു ക്വസ്റ്റ്യൻ വന്നായിരുന്നു. കർത്താവ് യേശുക്രിസ്തു ആ ഭവനത്തിലേക്ക് കടന്നു വന്നപ്പോൾ മാർത്തയാണ് ഇറങ്ങിച്ചെന്നത് കർത്താവിനെ സ്വീകരിക്കാനായിട്ട്. പക്ഷേ മേരി ഇരുന്നിടത്ത് തന്നെ ഇരിക്കുകയായിരുന്നു. കാരണം മേരി കർത്താവ് വരാനായിട്ടും കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇരുന്ന് കർത്താവിൽ നിന്ന് പ്രാപിക്കുവാൻ വേണ്ടിയിട്ടും വെയിറ്റ് ചെയ്യുകയായിരുന്നു. അതായത് ഒരു നല്ല അംശം തിരഞ്ഞെടുക്കാനുള്ള ഒരു ആഗ്രഹം എപ്പോഴും ആ ഒരു വലിയൊരു വിഷമത്തിൽ കൂടെ കടന്നു പോകുന്ന അവസ്ഥയിൽ പോലും ആ ഒരു ആഗ്രഹം മേരിയുടെ മനസ്സിലുണ്ടായിരുന്നു. മേരി അവിടെ തന്നെ വെയിറ്റ് ചെയ്തു കർത്താവ് വരാൻ വേണ്ടിയിട്ട്. അപ്പം കർത്താവ് പറയുന്നു അല്പമേ വേണ്ടൂ, ഒന്ന് മതി. അതായത് കർത്താവിന് വേണ്ടിയിട്ട്, കർത്താവിൻ്റെ ആ പാദപീഠം തിരഞ്ഞെടുക്കാൻ, കർത്താവിന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുവാൻ, കർത്താവിന് വേണ്ടിയിട്ട് ആ ഒരു ഫെലോഷിപ്പ്, ആ ഒരു ടൈം സ്പെൻഡ് ചെയ്യുവാൻ ദൈവം നമുക്ക് ആ ഒരു റിലേഷൻഷിപ്പ് കർത്താവുമായി മെയിൻറ്റെയിൻ. പലപ്പോഴും നമ്മൾ കർത്താവിന് വേണ്ടി ഇപ്പം നമ്മളെല്ലാവരും ചിന്തിക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ കാര്യം തന്നെ എടുത്താൽ ഞാൻ ഓർക്കും, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞാൻ ദൈവസന്നിധിയിലായിരുന്നല്ലോ ഞായറാഴ്ച ദിവസം. ഇനിയിപ്പോൾ വൈകിട്ട് ചെന്ന് കഴിയുമ്പോൾ ബൈബിൾ വായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ദൈവം അത് ക്ഷമിക്കും. പക്ഷേ നമ്മൾ കർത്താവിന് വേണ്ടി ചെയ്ത കാര്യങ്ങളാണത്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞാൻ ദൈവസന്നിധിയിലായിരുന്നു, കർത്താവിന് വേണ്ടി ഞാൻ അത് ചെയ്തു, കർത്താവിന് വേണ്ടി ഇത് ചെയ്തു, കർത്താവിന് വേണ്ടി ഞാൻ ഒരാളെ ചർച്ചിലേക്ക് കൊണ്ടുവന്നു, ഒരാൾക്ക് ഞാൻ ലിഫ്റ്റ് കൊടുത്തു, ഒരാളെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവിട്ടു. പക്ഷേ കർത്താവിന് വേണ്ടി ചെയ്തതല്ല, കർത്താവിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്തു, കർത്താവിൻ്റെ കൂടെ നമ്മൾ നടന്നു, കർത്താവിൻ്റെ കൂടെ നമ്മൾ ഇരുന്നു, കർത്താവിൻ്റെ കൂടെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്തു. അതാണ് നമുക്ക് വിടുന്നത്. ആ നല്ല അംശം തിരഞ്ഞെടുക്കുവാൻ കർത്താവ് നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. വൺ തിങ് ഈസ് നീഡഡ്. അതാണ് കർത്താവ് പറഞ്ഞതിൽ ആ ഒരു ഇതിൽ ലൂക്ക് ചാപ്റ്റർ 10 വേഴ്സ് 42. വൺ തിങ് ഈസ് നീഡഡ്. ആ ഒരു വൺ തിങ്, നീഡഡ് വൺ തിങ് തിരഞ്ഞെടുത്തപ്പോൾ മേരിക്ക് കിട്ടിയത് എന്താണെന്ന് ചോദിച്ചാൽ കർത്താവിൻ്റെ ആ ഒരു മഹത്വം കാണുവാൻ മേരിയെ ദൈവം സഹായിച്ചു. അതുപോലെ തന്നെ ആ ഒരു വൺ തിങ് എന്ന് പറയുന്നത് നമ്മൾ സാംസിൽ വായിക്കുകയാണെങ്കിൽ സാം 27 വേഴ്സ് 4 സാം 27 വേഴ്സ് 4 ഇങ്ങനെ പറയുന്നു: ഞാൻ യഹോവയുടെ ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. അവിടെയും സങ്കീർത്തനക്കാരൻ ദാവീദ് പറയുന്നു, വൺ തിങ് ഹാവ് ഐ ഡിസൈഡ് ഓഫ് ദ ലോർഡ്, വൺ തിങ് സീക്ക് ആഫ്റ്റർ. അതായത് യഹോവയുടെ സന്നിധിയിൽ എപ്പോഴും പാർക്കാൻ വേണ്ടി വൺ തിങ് ഐ ഡിസൈഡ്, വൺ തിങ് ഐ വാസ് സീക്കിങ് ആഫ്റ്റർ. സോ അവിടെയും ദാവീദിൻ്റെ ജീവിതത്തിൽ നമ്മൾ നോക്കുമ്പം ദാവീദ് പലവിധമായ വിഷമങ്ങൾ കൂടി പോയിട്ടുണ്ട്. ദൈവത്തിൻ്റെ പാത വിട്ട് മാറിപ്പോയ ആളാണ്. എന്നാലും ഇസ്രായേലിലെ ഒരു രാജാവാകുവാൻ, ഒരു ആട്ടിടയനായിരുന്ന ഒരാളെ ദൈവം തിരഞ്ഞെടുത്തു. കാരണം ദൈവത്തിന് വേണ്ടിയിട്ട് സമയം ചിലവഴിക്കുകയും ദൈവത്തിന് വേണ്ടിയിട്ട് നിൽക്കുവാനും ദാവീദ് കാണിച്ച ആ ഒരു മനസ്സ്, അതായത് ദൈവത്തിന് വേണ്ടി വൺ തിങ് ഐ ഹാവ് ഡിസൈഡ് ഓഫ് ദ ലോർഡ് എന്ന് പറഞ്ഞ് കാണിക്കുവാൻ ചെയ്ത ഒരു തീഷ്ണത, ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ കാണിച്ച ആ തീഷ്ണത ദൈവം മാനിച്ചു. അതുപോലെ തന്നെ നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഫിലിപ്പിയൻസ് ചാപ്റ്റർ 3 വേഴ്സ് 13 പൗലോസ് ഇപ്രകാരം പറയുന്നു: ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദിന് ലാക്കിലേക്കായി ഓടുന്നു. അതായത് വൺ തിങ് ഐ ഡു. അതായത് ഇവിടെ പൗലോസ് പറയുന്നത് വൺ തിങ് ഐ ഡു, ഫോർഗെറ്റിംഗ് ദോസ് തിങ്സ് വിച്ച് ആർ ബിഹൈൻഡ് ആൻഡ്
റീച്ചിങ് ഫോർത്ത് അൻഡ് ദോസ് തിങ്സ് വിച്ച് ആർ ബിഫോർ. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ വരുന്ന കാര്യങ്ങളെല്ലാം എല്ലാം മറന്നും, നമുക്കിപ്പം പല കാര്യങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ പഴയ കാര്യങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ. നമ്മുടെ ആരോഗ്യമായിക്കോട്ടെ, നമ്മുടെ സമ്പത്തായിക്കോട്ടെ, നമ്മുടെ നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് ആയിക്കോട്ടെ, നല്ല ജോലി ആയിക്കോട്ടെ, നമുക്കതെല്ലാം വിട്ടുപോയതായിരിക്കും. പക്ഷേ അതൊന്നും ഓർത്ത് നമ്മൾ വിഷമിക്കാതെ നമ്മുടെ മുമ്പിലുള്ളത് തന്നെ, നമ്മുടെ മുമ്പിലുള്ളത് നിത്യതയാണ്. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന സമയമാണ്. നിത്യതയിലേക്ക് നമ്മൾ കണ്ണും നട്ട് നമുക്ക് ഇരിക്കുവാൻ വേണ്ടിയിട്ട്, അതായത് ദൈവം നമ്മളെ ഒരുക്കുന്ന ഓരോ ദിവസങ്ങളായത് തീരട്ടെ. അതിനായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നല്ല അംശം, ആ ഒരു നല്ല അംശം തിരഞ്ഞെടുക്കുവാൻ, ആ ഒരു നല്ല കാര്യത്തിന് വേണ്ടി അപേക്ഷിക്കുവാൻ, ആ ഒരു നല്ല കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ആ ഒരു നല്ല കാര്യം ചെയ്യുവാൻ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ഈ ഒരു വചനങ്ങളാൽ ദൈവസന്നിധിയിൽ ഇരുന്നു കൊള്ളുന്നു.